പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റവ ഉപ്പുമാവിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സിമ്പിളായി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റവ ഉപ്പുമാവാണ്. നല്ലൊരു പയർ കറി ഉണ്ട് കേട്ടോ. പയർ കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല. രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, 2 പച്ചമുളകാണ് കേട്ടോ, ചെറുതായി അരിഞ്ഞെടുത്തതാണ്. 2 തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വറവായി കിട്ടുമെന്ന് വേണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 കപ്പ് റവയാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വറുത്തെടുക്കാം കേട്ടോ. അത് എണ്ണയിൽ കിടന്നിട്ട് വറവായി കിട്ടട്ടെ കേട്ടോ. രണ്ട് മിനിറ്റൊക്കെ വറുത്തെടുക്കാം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഞാൻ മുന്നേ ഉപ്പുമാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ കാണാത്തവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇടുന്നത് കേട്ടോ. ഇനി നമുക്കിത് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ വേകാൻ പണിയാവുള്ളൂ കേട്ടോ. തിളച്ച വെള്ളമാണെങ്കിൽ വേഗം വെന്ത് കിട്ടും കേട്ടോ. അധികം ഇളക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ടിയില്ല. ഞങ്ങൾക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിക്ക വേണ്ടവർക്ക് ഇടാം കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കിടാം കേട്ടോ. ഇനി വേവിക്കൊന്നും വേണ്ട കേട്ടോ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പുമാവ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ.